Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ലെറ്റ് us start. എന്താണ് ഒരു ഇനീക്വാളിറ്റി പറയുന്നത്? ഒരു ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടേമിൽ തന്നെ മനസ്സിലാവും അല്ലെ. ഇനീക്വാളിറ്റി അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ സിംബൽസ് എല്ലാം വരുന്ന റിലേഷൻസ് ആണ് അല്ലെ, എക്സ്പ്രഷൻസ് ആണ്. So linear inequalities imply when two real numbers or algebraic expressions are associated by these symbols. Clear ആയല്ലോ? രണ്ട് real numbers അല്ലെങ്കിൽ രണ്ട് algebraic expressions related by ഈ പറയുന്ന symbols, അതായത് less than or greater than അല്ലെങ്കിൽ less than or equal to, greater than or equal to. An inequality statement with less than and greater than signs forms strict inequalities. ഇനിയിപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ടൈപ്സ് പറയാണ്. അതായത് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്ട്രിക്ട്ലി ഒന്നെങ്കിൽ ലെസ് ദാൻ എക്സാക്ട്ലി തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് എക്സാക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ സ്റ്റേറ്റ്മെന്റിൽ. ഇനിയിപ്പോൾ സപ്പോസ് ഒരു ഇനീക്വാളിറ്റി സ്റ്റേറ്റ്മെന്റിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ലാക്ക് ഇനീക്വാളിറ്റീസ്. ഈ ടേംസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്ലാക്ക് ഇനീക്വാളിറ്റീസ്. Okay, an inequality statement with one variable അതിനെ പറയുന്ന പേരാണ് linear inequality in one variable അല്ലെ. linear inequality in one variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ inequality statementൽ ഒരു വേരിയബിളേ ഉണ്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, ഇനി inequality, linear inequality in two variables അപ്പോൾ എന്തായിരിക്കും? an inequality statement with two variables. ക്ലിയർ ആയല്ലോ? രണ്ട് വേരിയബിൾസ് ഉണ്ടാവും, രണ്ട് അൺനോൺസ് ഉണ്ടാവും. ഇനി linear inequalities in one variable അത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. It forms when two linear algebraic expressions in one variable are related by the above said അതായത് സൈൻസ്, അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ സൈൻസ് എല്ലാം റിലേറ്റ് ചെയ്യുന്ന വൺ വേരിയബിൾ എക്സ്പ്രഷൻസ് അതിനെയാണ് ലീനിയർ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9x + 5 ലെസ് ദാൻ 15x + 7. അപ്പോൾ ഇവിടെ ആകെ ഒരു വേരിയബിളേ ഉള്ളൂ അല്ലെ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ആ വേരിയബിളിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, 9x + 5 ഇസ് ലെസ് ദാൻ 15x + 7 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ആ കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇനീക്വാളിറ്റി, ഒരു സൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. ക്ലിയർ ആയി? ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ എന്നാണ് പറയുക. ഇനി ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ ടു വേരിയബിൾസ് അപ്പോൾ എന്തായിരിക്കും? രണ്ട് ലീനിയർ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഇൻ ടു വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, രണ്ട് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഉണ്ടാവും, പക്ഷെ ടു വേരിയബിൾസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല റിലേറ്റഡ് ബൈ ദ സൈൻസ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ 2x + y 6x + 3y. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് റിലേറ്റഡ് ബൈ ഈ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ, അപ്പോൾ 2x + y ഗ്രേറ്റർ ദാൻ 6x + 3y എന്ന് പറയുന്നത് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ ടു വേരിയബിൾസ് ആണ്. Next, algebraic solutions for linear inequalities in one variable and its graphical representation. അപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിളിന്റെ ജസ്റ്റ് ആൾജിബ്രിക് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. എനി സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ ഇസ് എ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് മേക്സ് ഇറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു സൊല്യൂഷൻ ഓഫ് ആൻ ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ആ വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും വിച്ച് മേക്സ് ഇറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാൻ വേണ്ടി ആ എക്സിന്റെ, എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജനറലി പറയുന്നത്, അപ്പൊ ആ ഒരു എക്സ് ആണ് വേരിയബിൾ എങ്കിൽ ആ എക്സിന്റെ വാല്യൂ ആ ട്രൂ സ്റ്റേറ്റ്മെന്റിന് ട്രൂ ആയിരിക്കും. ഓക്കെ, ആ വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന എക്സിന്റെ വാല്യൂ, അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റൂൾ 1, അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് റൂൾസ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആഡ് ഓർ സബ്ട്രാക്ട് ദ സെയിം നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ without affecting the sign of inequality. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്കൊരു ഇനീക്വാളിറ്റി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് ആൾജിബ്രൈക് റിലേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇനീക്വാളിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഒന്നെങ്കിൽ LHS ആൻഡ് RHS എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് സൈഡ്സും നമുക്ക് ഒന്നെങ്കിൽ സെയിം നമ്പർ ഒന്നെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ സെയിം നമ്പർ തന്നെ നമ്മൾ ചെയ്യും, രണ്ട് സൈഡ്സിലും സൈമൾട്ടേനിയസ് ആയി ചെയ്യുമ്പോൾ നമ്മൾ ആ ഇനീക്വാളിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല, ആ ഒരു റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നില്ല അല്ലെ. പക്ഷെ അത് മാത്രമല്ല ആ സൈൻ എഫക്റ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, ആ ഇനീക്വാളിറ്റിയുടെ സൈൻ എഫക്റ്റഡ് ആവാൻ പാടില്ല. റൂൾ 2 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനീക്വാളിറ്റി ഇക്വേഷൻ ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ.
ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ആഡ് ഓർ സബ്ട്രാക്ട് ആണ് പറഞ്ഞത്, സെക്കൻഡ് കേസിൽ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഇനി ഗ്രാഫിംഗ് ലീനിയർ ഇനീക്വാലിറ്റി ഇൻ വൺ വേരിയബിളിൽ നമ്മൾ ബേസിക്കലി ഒരു നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷനിൽ പറയണത്, കാരണം ജസ്റ്റ് ഒരു വേരിയബിൾ അല്ലോ അല്ലെ, അപ്പോൾ ആ ഒരു നമ്പർ ലൈനിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് 0, അപ്പോൾ ഒറിജിൻ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂസും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂസും. അപ്പം അങ്ങനെയാകുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഏതാണ് എക്സിന്റെ വാല്യൂ വരുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിൾ, ആ വേരിയബിളിന്റെ എക്സാക്ട്ലി ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ ഈ ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക്കാണ്, ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യണമെന്നുള്ളൂ. ഇപ്പൊ സപ്പോസ് ഈ ഒരു നമ്പർ ലൈനിൽ ഇപ്പൊ ഒറിജിൻ 0, ഇവിടെ എല്ലാം മൈനസ് വാല്യൂസ് ആണ്, -2, -3 ഇറ്റ് ഗോസ് ഓൺ 1, 2 എക്സെട്ര അല്ലെ. അപ്പൊ ഇവിടെ നമുക്കിപ്പോ സപ്പോസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 കിട്ടി വിചാരിക്കുക സൊല്യൂഷനിൽ. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 2 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ എബവ് 2 എന്നാണ് വരിക, അതായത് ഗ്രേറ്റർ ദാൻ 2 റീജിയൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് എക്സ് ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പറയുമ്പോൾ മീനിങ് എന്താ, 2ഉം ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു നമ്പർ ലൈനിൽ തന്നെ നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, കാരണം 1 വേരിയബിൾ ആണല്ലോ. ഓക്കെ, ഇനി ഇതും ജസ്റ്റ് ഇറേസ് ചെയ്തോട്ടെ. ഇനി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗ്രാഫിംഗ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ XY പ്ലെയിൻ ആണ് നോർമലി 2 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ പ്ലെയിൻ കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു XY പ്ലെയിനിലെ കാർട്ടീഷ്യൻ പ്ലെയിനെ നമുക്ക് ഒരു ലൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ, 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 2 പാർട്സ് എന്ന് പറയുന്നത് ഈ XY പ്ലെയിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഫിഗർ ശ്രദ്ധിക്കാം, അതായത് ഇതാണ് എക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ആൻഡ് ദിസ് ഇസ് വൈ ആക്സസ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈൻ ഇതിനെ കറക്റ്റ് ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2 ഹാഫ്സ് ആയിട്ട് അല്ലെ. അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും ഇത് റൈറ്റ് ഹാഫ് പ്ലെയിനും. ഇപ്പോൾ 1 എന്നും 2 എന്നും മാർക്ക് ചെയ്തിട്ടില്ലേ, ഇപ്പോൾ 1 എന്നുള്ളത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത് 2. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി വെർട്ടിക്കൽ ലൈൻ വിൽ ഡിവൈഡ് ദ പ്ലെയിൻ ഇൻ ലെഫ്റ്റ് ആൻഡ് right half planes, and a non-vertical line will divide the plane into lower and upper half planes. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അതായത് ഫസ്റ്റ് കേസിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും റൈറ്റ് ഹാഫ് പ്ലെയിനും. പക്ഷെ ഇപ്പോൾ സപ്പോസ് ആ ഒരു ലൈൻ ഇപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് നോൺ വെർട്ടിക്കൽ ആണ്, അപ്പോൾ എക്സാക്ട്ലി വെർട്ടിക്കൽ അല്ല, ജസ്റ്റ് ഒരു സ്ലാൻഡിംഗ് പോലെ നോൺ വെർട്ടിക്കൽ ആണെങ്കിൽ അപ്പോൾ ഈ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ പ്ലെയിനെ അത് ഡിവൈഡ് ചെയ്യുന്നത് അപ്പർ ഹാഫ് പ്ലെയിനും ലോവർ ഹാഫ് പ്ലെയിനും. അപ്പോൾ അത് ജസ്റ്റ് 1ഉം 2ഉം മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? ലോവർ ഹാഫ് പ്ലെയിൻ ആൻഡ് അപ്പർ ഹാഫ് പ്ലെയിൻ. A point in the Cartesian plane will either lie on a line or will lie in either of the half planes 1 or 2. ഇനിയിപ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന ലൈനിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാഫിൽ, അതായത് ഒന്നെങ്കിൽ ലെഫ്റ്റ് ഹാഫ് അല്ലെങ്കിൽ റൈറ്റ് ഹാഫ്, അല്ലെങ്കിൽ അപ്പർ ഹാഫ് അല്ലെങ്കിൽ ലോവർ ഹാഫ്, ഇതിലായിരിക്കും ആ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിരിക്കുക. We shall now examine the relationship. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഇനീക്വാലിറ്റീസ്, 2 എക്സ്പ്രഷൻ തമ്മിലുള്ള ഇനീക്വാലിറ്റി റിലേഷൻ ആണല്ലോ നമ്മൾ ഇവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് AX plus BY ലെസ് ദാൻ C ഓർ AX plus BY ഗ്രേറ്റർ ദാൻ C, അല്ലെങ്കിൽ AX plus BY is equal to C. ഇതാണ് വരാവുന്ന 3 പോസിബിലിറ്റീസ്. ഏതൊക്കെയാണ്? AX plus BY is equal to C. അപ്പോൾ എക്സും വൈയും ആണ് 2 ഇവിടെ വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? എക്സും വൈ ആണ്. ആൻഡ് അതിന്റെ ഇനീക്വാലിറ്റീസ് എങ്ങനെയൊക്കെ വരാം റിലേഷൻസ്? ഒന്നെങ്കിൽ AX പ്ലസ് ജനറൽ ഫോം ആണ് കേട്ടോ, AX plus BY എന്ന് പറയുന്നത്. ABC ടേംസ് ഒക്കെ ജനറൽ ഫോമിൽ കൺസിഡർ ചെയ്യണോ മാത്രം. അപ്പോൾ 3 പോസിബിലിറ്റീസ് ഏതൊക്കെയാ? AX plus BY is equal to C, പിന്നെ സെക്കൻഡ് വൺ AX plus BY ഗ്രേറ്റർ ദാൻ C, and the last one AX plus BY less than C. അപ്പോൾ ഈ ഒരു 3 ഇനീക്വാലിറ്റീസ് ആണ് ഇവിടെ വരാവുന്ന 3 പോസിബിലിറ്റീസ്. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. The region containing all the solutions of an inequality is called the solution region. Okay, അപ്പോൾ ബേസിക്കലി സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? റീജിയൻ കണ്ടെയ്നിങ് ഓൾ ദ സൊല്യൂഷൻസ് ഓഫ് ആൻ ഇനീക്വാലിറ്റി. ഒരു ഇനീക്വാലിറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ സൊല്യൂഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. In order to identify the half plane represented by an inequality, it is sufficient to take any point A, B and check whether it satisfies the inequality or not.
അപ്പോൾ നമുക്കൊരു ഹാഫ് പ്ലെയിൻ, അതായത് ഒരു ഇനീക്വാളിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഹാഫ് പ്ലെയിൻ ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, എ കോമ ബി. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇനീക്വാളിറ്റി ഈ പറയുന്ന എ കോമ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക, അത്രയും മതി. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ചെയ്താലോ, then the inequality represents the half plane and shape the region. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഏത് ഹാഫ് പ്ലെയിൻ ആണ് റെപ്രസെന്റ് ചെയ്യണേ ഒരു ഇനീക്വാളിറ്റി എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ എ കോമ ബി ആ ഒരു ഇനീക്വാളിറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. സപ്പോസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരു ഹാഫ് പ്ലെയിൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ അതിനെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി ഷെയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു റീജിയനിൽ എന്തായിരിക്കണം? ഈ എ കോമ ബി ഇൻക്ലൂഡഡ് ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ it contains the point a comma b. The inequality represents that half which does not contain the point within it. Otherwise ആണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ സപ്പോസ് ഈ ഒരു എ കോമ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ അതിനെ ഷെയ്ഡ് ചെയ്യുക. അതർവൈസ് അതിന്റെ വൈസ് വേഴ്സ, കോൺവേഴ്സ് കേസ് എങ്ങനെയാണ്? സപ്പോസ് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പോൾ പിന്നെ അതർ ഹാഫ് ആയിരിക്കും, അതായത് ആ ഹാഫ് പ്ലെയിൻ എ കോമ ബി പോയിന്റ് ഇല്ലാത്ത ഹാഫ് പ്ലെയിൻ ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഫോർ കൺവീനിയൻസ് ദ പോയിന്റ് 0, 0 ഇസ് പ്രിഫർഡ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കൺവീനിയൻസ് ആയിട്ട് 0,0 പോയിന്റ് ആണ് പ്രിഫർ ചെയ്യാറ്. ഇനി ഇഫ് ആൻ ഇനീക്വാളിറ്റി ഈസ് ഓഫ് ദ ടൈപ്പ് ax plus by ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു c അല്ലെങ്കിൽ ax plus by ലെസ് ദാൻ ഓർ ഈക്വൽ ടു c, ഏതെങ്കിലും ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ആണെങ്കിൽ then the points on the line ax plus by is equal to c are also included in the solution region. ക്ലിയർ ആയല്ലോ? അതിപ്പോൾ നമുക്ക് ആ ഇനീക്വാളിറ്റിയിൽ ക്ലിയർ ആണ്. ax plus by ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു c അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു c. ഇപ്പൊ ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്താ? ax plus by is equal to c ട്രൂ ആണ്, ശരിയല്ലേ? അപ്പോൾ ആ ഒരു, അതായത് അതർ പോയിന്റ്സ് ഓൺ ദ ലൈൻ ax plus by equal to c അതും ഇൻക്ലൂഡഡ് ആണ് എന്നല്ല മനസ്സിലായത്? ax plus by is equal to c എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ ആ പോയിന്റ്സ്, അതായത് ആ ഒരു ലൈനിലുള്ള പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ് സൊല്യൂഷൻ റീജിയനിൽ. ക്ലിയർ ആയാലും? ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? A dark line in the solution region is drawn. Clear ആയല്ലോ? അപ്പോൾ ax plus by less than or equal to അല്ലെങ്കിൽ greater than or equal to c വരുന്ന കേസിൽ ax plus by is equal to c എന്ന് പറയുന്ന ലൈനിലെ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഡാർക്ക് ലൈൻ സൊല്യൂഷൻ റീജിയനിൽ വരയ്ക്കാം. ഇനിയിപ്പോൾ ഈക്വൽ ടു സൈൻസ് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ c അല്ലെങ്കിൽ ലെസ് ദാൻ c കേസ് കൺസിഡർ ചെയ്യാം. If an inequality is of the form ax plus y greater than c or less than c, then the points on the line ax plus by equal to c എന്തായിരിക്കും? അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. കാരണം എന്താ? നമ്മൾ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. സോ ax plus by is equal to c എന്ന് പറയുന്ന ലൈനിലെ പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം? ബ്രോക്കൺ ഓർ ഡോട്ടഡ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? ബ്രോക്കൺ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ്. ഇനി നമ്മൾ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ്. സോ ബേസിക്കലി സൊല്യൂഷൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. സൊല്യൂഷൻ വിജയ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ സെറ്റ്സ് ഓഫ് ഓൾ ദ ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്. നമുക്കിപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്ന എല്ലാം, അതായത് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ അല്ലെ? അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ സെറ്റിന്റെ എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എല്ലാം റീജിയൻസ് ആയിരിക്കും ഈ പറയുന്ന സൊല്യൂഷൻ റീജിയനിൽ ഉണ്ടാകും. The region common to all half planes drawn represents the solution set of the given system. അതായത് ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ എല്ലാം ഹാഫ് പ്ലെയിൻസിനും കോമൺ ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ വരച്ച ഹാഫ് പ്ലെയിൻസ് ഉണ്ടാവില്ല, ഇപ്പോൾ ഓരോ സെറ്റിനും വരച്ച ഹാഫ് പ്ലെയിൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഹാഫ് പ്ലെയിൻസ് ആയിരിക്കും സൊല്യൂഷൻ സെറ്റ് റെപ്രസെന്റ് ചെയ്യാം. This solution set may be an empty set. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടുന്ന സൊല്യൂഷൻ സെറ്റ് നമ്മൾ പറഞ്ഞു കോമൺ ആയിരിക്കണം പറഞ്ഞു. ആ കിട്ടുന്നത് ഒന്നെങ്കിൽ empty സെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീജിയൻ എൻക്ലോസ്ഡ് ബൈ എ പോളിഗൺ ആയിരിക്കാം, അല്ലെങ്കിൽ റീജിയൻ എൻക്ലോസ്ഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അൺബൗണ്ടഡ് റീജിയൻ ആയിരിക്കാം. അൺബൗണ്ടഡ് പറയാൻ കാരണം ഇറ്റ് മേ ബി ഓപ്പൺ ഓൺ സം സൈഡ്സ് ആൻഡ് ക്ലോസ്ഡ് ഓൺ അതർ സൈഡ്സ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് സൊല്യൂഷൻ സെറ്റ്, അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ സെറ്റ് ഏതായിരിക്കും? ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ദ സൊല്യൂഷൻ സെറ്റ്സ് ആയിരിക്കും. എല്ലാ ലീനിയർ ഇനീക്വാളിറ്റീസിന്റെയും സൊല്യൂഷൻ സെറ്റ്സിന്റെയും ഇന്റർസെക്ഷൻ ആയിരിക്കും ആ സൊല്യൂഷൻ റീജിയൻ.
ഇനി പറയുന്നത് ഇപ്പൊ റീജിയൻ കോമൺ ടു ഓൾ ഹാഫ് പ്ലെയിൻസ് റോൺ. ഇപ്പൊ നമ്മൾ ഓരോ സെറ്റിനും നമ്മൾ ഹാഫ് പ്ലെയിൻസ് വരയ്ക്കുമല്ലോ. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഹാഫ് പ്ലെയിൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിരിക്കും നമുക്ക് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇപ്പൊ ഈ കിട്ടുന്ന ഈ സൊല്യൂഷൻ സെറ്റ് ഒന്നെങ്കിൽ എംപ്റ്റി സെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീജിയൻ എൻക്ലോസ്ഡ് ബൈ എ പോളിഗൺ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അൺബൗണ്ടഡ് റീജിയൻ ആയിരിക്കാം. ഇറ്റ് മേ ബി ഓപ്പൺ ഓൺ some sides and closed on other sides by straight line. Okay, thank you.